സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ സാമ്പത്തിക സഹായം നൽകി വരുന്നുണ്ട്. സർക്കാർ ആയാലും ഓരോ വ്യക്തികളായാലും ഇങ്ങനെ സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകി വരുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിലെ കുട്ടികൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായം ഇനി പരസ്യമാക്കരുത്, പരസ്യമായിട്ട് നൽകരുത് എന്ന ഒരു ഉത്തരവ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഇന്ന് പുറത്തിറക്കിയിരിക്കുകയാണ്. വളരെ സന്തോഷം തോന്നി ഈ ഒരു വാർത്ത കണ്ടപ്പോൾ. കാരണം മറ്റു കുട്ടികൾക്കിടയിലൊക്കെ ആ കുട്ടികൾക്കൊരു എന്താ പറയുക, ഭയങ്കര ഒരു കുറച്ചിലായിട്ടൊക്കെ ചിലപ്പോൾ ഇത് തോന്നും. മറ്റു കുട്ടികൾ ചിലപ്പം കളിയാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഒരു നല്ലൊരു ഉത്തരവായിട്ടാണ് എനിക്ക് ഇതിനെ കാണാൻ കഴിയുന്നത്. കാരണം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ ഒരുപാട് വേദനകൾ ഇങ്ങനെ അനുഭവിക്കുന്നവരാണ്. കുട്ടികളുടെ സ്വകാര്യതയെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് ഒരു സഹായങ്ങളും പരസ്യമായിട്ട് നൽകരുത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്, ഈ ഒരു ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറിന്റെ ഈ ഒരു ഉത്തരവ് വളരെ സന്തോഷത്തോടു കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വാർത്ത വന്നപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് പലരും ഇതിനെ നോക്കിക്കണ്ടത്. എന്നാൽ പലരും ഇതിൽ നെഗറ്റീവ് ഒരു അഭിപ്രായം പറയുന്നത്, ഇങ്ങനെ പരസ്യമായിട്ട് സഹായങ്ങൾ നൽകുന്ന വ്യക്തികളുടെ പേരോ അതുപോലെ തന്നെ സാമ്പത്തിക സഹായങ്ങൾ സർക്കാർ നൽകുമ്പോൾ ഇത് പരസ്യമായിട്ട് ഏത് കുട്ടിക്കാണ് എന്ന് അറിഞ്ഞില്ല എങ്കിൽ ഇങ്ങനെയുള്ള ഫണ്ട് മുക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ബാലാവകാശ കമ്മീഷൻ നേരത്തെ ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ ഒരു ഉത്തരവിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക.